എല്ലാവർക്കും ലിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് വിവാഹം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ചാനലിലെ കുറച്ച് ടിപ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഫോളോ ചെയ്യേണ്ട കുറച്ച് ടിപ്സ് മാത്രം കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് സക്സസ് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞു. ആ സ്റ്റോറിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനും നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ് തിക്കണായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഹോർമോണൽ ഇംബാലൻസസ് ഒന്നും ഇല്ലാതെ പ്രൊജസ്ട്രോണിൻ്റെ ലെവൽ കൃത്യമായിട്ട് ഉണ്ടാകുന്നതിനും ഒക്കെ സഹായിക്കുന്ന ടിപ്സാണ് ഷെയർ ചെയ്ത് കൊടുത്തത്. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഈ സക്സസ് സ്റ്റോറി എന്തൊക്കെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒപ്പം ഈ കുട്ടിക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രഗ്നൻസി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ. ഓവുലേഷൻ നമുക്ക് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അടുത്ത പ്രോസസ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫലോപ്പിയൻ ട്യൂബിലും യൂട്രസിലുമാണ്. ഇത് രണ്ട് കടമ്പയും കൂടെ നമ്മൾ കടന്ന് കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കും. ഓവുലേഷൻ നമുക്ക് നടക്കുന്നത് ഏകദേശം നമ്മളുടെ സൈക്കിളിന്റെ ഒരു മിഡിൽ വെച്ചിട്ടാണെങ്കിൽ ഇംപ്ലാന്റേഷന്റെ സമയം നമുക്ക് തുടങ്ങുന്നത് ഓവുലേഷനും കഴിഞ്ഞ് 6 to 12 ഡേയ്സിനകത്താണ്. അപ്പോൾ ഓവുലേഷന്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് മുതൽ തന്നെ നമ്മൾ ശരീരത്തിന് ഇംപ്ലാന്റേഷനും കൂടി വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കണം. ഓവുലേഷൻ ഡേറ്റ് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാത്ത ആളുകൾക്ക് ഓവുലേഷൻ കാൽക്കുലേഷൻ ലിജോസ് വേൾഡ് എന്ന് പറയുന്ന നിങ്ങൾ യൂട്യൂബിലെ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇവിടെ ഏറ്റവും ആദ്യം നമ്മൾ ഫോളോ ചെയ്യേണ്ട ടിപ്പ് നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓവുലേഷൻ നമുക്ക് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു 30 മിനിറ്റ്സിനകത്ത് അല്ലെങ്കിൽ മാക്സിമം ഒരു 1 അവറിനകത്ത് തന്നെ നമുക്ക് അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കും. ഓവറിയിൽ നിന്ന് ഏതെങ്കിലും ഒരു അണ്ടാശയത്തിൽ നിന്ന് അണ്ടം പൊട്ടി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ ക്യാച്ച് ചെയ്യുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ഫലോപ്പിയൻ ട്യൂബ് ആയിരിക്കും. അത് മാത്രമല്ല നമ്മുടെ ആ ഒരു ഇജാക്കുലേഷൻ സംഭവിച്ച ശരീരത്തിനകത്തേക്ക് പ്രവേശിച്ചിട്ടുള്ള സെമൻ എല്ലാം സ്പേം സെൽസ് എല്ലാം കാത്തു നിൽക്കുന്നത് ഫലോപ്പിയൻ ട്യൂബിലായിരിക്കും. ഇത് ബീജസങ്കലനം നടക്കുന്നത് ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ്. ഈ ട്യൂബിൽ വെച്ച് ബീജസങ്കലനം നടന്ന് ഇത് അവിടെ നിന്ന് മൂവ് ചെയ്ത് വന്ന് സെൽ ഡിവിഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് 6ാമത്തെ ദിവസം മുതൽ ഓവുലേഷൻ കഴിഞ്ഞ 6ാമത്തെ ദിവസം മുതൽ നമുക്ക് ഇംപ്ലാന്റേഷന്റെ പ്രോസസ്സ് അവിടെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. ഫലോപ്പിയൻ ട്യൂബിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കാതിരുന്നു കഴിഞ്ഞാലോ ഫലോപ്പിയൻ ട്യൂബിൽ മറ്റ് സ്കാർ ഉണ്ടാകുന്നുണ്ടെങ്കിലോ ബ്ലോക്കേജ് ഫലോപ്പിയൻ ട്യൂബിൽ ഉണ്ടായാലോ നമുക്ക് അവിടെ പ്രഗ്നൻസി പോസിബിൾ ആവില്ല. കാരണം അണ്ടത്തിനും ബീജത്തിനും തമ്മിൽ ജോയിൻ ആകാനായിട്ട് സാധിക്കില്ല. അതുപോലെ ഇതിന് മൂവ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ട്യൂബൽ പ്രഗ്നൻസി നമുക്ക് ഉണ്ടാവാനായിട്ടും ചാൻസ് ഉണ്ട്. അതൊന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫലോപ്പിയൻ ട്യൂബിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് സ്റ്റിമുലേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ഓവുലേഷൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്കിത് ചെയ്ത് തുടങ്ങാവുന്നതാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഓവുലേഷൻ ടൈമിലാണ് ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ സമയം മുതൽ നിങ്ങൾ ചെയ്തു തുടങ്ങുക. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഏറ്റവും ആദ്യത്തേത് ബട്ടർഫ്ലൈ എക്സസൈസ് ആണ്. ബട്ടർഫ്ലൈ ചിറകിട്ട് അനക്കുന്നത് പോലെ നമ്മൾ നമ്മുടെ കാലിന്റെ മുട്ടുകളിട്ട് അനക്കി കൊടുക്കുന്നത് ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിട്ട് ഫലോപ്പിയൻ ട്യൂബിലോട്ടും പെൽവിക്കിന്റെ ഭാഗത്തോട്ടും യൂട്രസിലോട്ടും ഒക്കെ എത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അങ്ങനെ നമുക്ക് പ്രഗ്നൻസി പോസിബിൾ ആവും. രണ്ടാമത്തേതാണ് ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ്. നമ്മുടെ രണ്ട് കാൽപാദവും ഉയർത്തി മതിലിനോട് പറ്റേ ചേർത്ത് നമ്മൾ ഒരു 90 ഡിഗ്രി സെൽഷ്യസിൽ കിടക്കുന്നതാണ് ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ്. ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് പേർക്ക് റിസൾട്ട് കൊടുത്തൊരു എക്സസൈസ് ആണ് ഈ ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ്. അത് നിങ്ങൾ ചെയ്യുന്നത് ഫലോപ്പിയൻ ട്യൂബിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. ഏറ്റവും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം, കാലിന്റെ വെരിക്കോസ് വെയിൻ ഉള്ള ആളുകളാണെങ്കിലോ അല്ലെങ്കിൽ കാലിന് വേദനയുള്ള ആളുകളാണെങ്കിലോ ഒരുപാട് നേരം നിങ്ങൾ ഈ ഒരു എക്സസൈസ് ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു എക്സസൈസ് ആണ് മാലാസന. നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന രീതിക്കാണ് ഈ മാലാസന എക്സസൈസ് ചെയ്യുന്നത്. ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ നിലത്ത് ഒരു തുണി വിരിച്ചിട്ടോ അല്ലെങ്കിൽ ഫ്ലോറിൽ നിങ്ങൾ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മുടെ രണ്ട് കൈകളും ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ നമസ്കാരം കൊടുക്കില്ലേ, നമസ്കരിക്കാൻ നിൽക്കില്ലേ, അതുപോലെ നിങ്ങൾ രണ്ട് കൈകളും ചേർത്ത് പിടിച്ചിട്ട് നിൽക്കുക. ഇതാണ് മാലാസന എക്സസൈസ്. ഇത് ചെയ്യുന്നതോടൊപ്പം ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് പ്രോപ്പർ ആയിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ എക്സസൈസുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് ഏകദേശം ഒരു ഓവുലേഷൻ ടൈം വരെയൊക്കെ നിങ്ങൾക്ക് ഒരു കാസ്ട്രോൾ പാക്ക് ഉപയോഗിച്ചിട്ട് നമ്മുടെ ആ ഒരു ഫലോപ്പിയൻ ട്യൂബിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആവണക്കെണ്ണ നമുക്ക് ഒരുപാട് സ്റ്റോറിൽ നിന്ന് മേടിക്കാൻ കിട്ടും. പ്യുവർ ആയിട്ടുള്ള ആവണക്കെണ്ണ മേടിച്ചിട്ട് അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം, കാരണം അതിന്റെ സ്ട്രക്ചർ കുറച്ച് കട്ടിയില്ല, കുറച്ച് തിക്കാണല്ലോ, അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് ലയിപ്പിച്ചതിന് ശേഷം നമ്മുടെ വയറിലൊക്കെ ഒന്ന് പുരട്ടി കൊടുത്തിട്ട് നമ്മുടെ പൊക്കിളിന് ചുറ്റുമുള്ള പോർഷനിലും എല്ലാം നല്ലതുപോലെ ഒന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം
ഒരു ചൂട് പാക്ക് ഉപയോഗിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ പയ്യെ പയ്യെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ഫലോപ്പിയൻ ട്യൂബിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുത്തു. ഇത് ഏകദേശം നിങ്ങളുടെ ഓവുലേഷൻ സമയം മുതൽ 6 days വരെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓവുലേഷൻ മുതൽ ഇംപ്ലാന്റേഷൻ നടക്കുന്ന ദിവസം വരെ, ഇംപ്ലാന്റേഷന്റെ സ്റ്റാർട്ടിംഗ് ഡേ വരെ, 6th day വരെ നിങ്ങൾ ചെയ്യുക കേട്ടോ. ഈ എക്സസൈസുകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ലെഗ് അപ്പ് ദ വോൾ എക്സസൈസും മാലാസന എക്സസൈസും ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയം വരെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. എന്നാൽ പല ആളുകളും ബട്ടർഫ്ലൈ എക്സസൈസ് ചെയ്യാനായിട്ട് മടിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കാലിട്ട് അനക്കുമ്പോഴേക്കും പ്രഗ്നൻസി നഷ്ടമായി പോവോ ചേച്ചി എന്ന് സംശയം ചോദിക്കുന്ന ആളുകളുണ്ട്. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്താണെങ്കിലും ഏത് സമയത്താണെങ്കിലും കഷ്ടപ്പെട്ട് നമ്മൾ ഒന്നിനെ ഇഷ്ടപ്പെടരുത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അത് ഈ കഷ്ടപ്പെട്ട് ചെയ്തതിൻ്റെ ആണെന്ന് നമ്മൾ വിചാരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കഴിഞ്ഞിട്ട് സെൽ ഡിവിഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ യൂട്രസിന്റെ ക്യാവിറ്റിയിലോട്ട് ഈ ഒരു എംബ്രിയോ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എംബ്രിയോനെ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അതായത് ഇതിന്റെ ഗ്രോത്ത് നഷ്ടമായി പോകരുത്, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഏറ്റവും ആദ്യം മുതൽക്കേ തന്നെ മൾട്ടിവിറ്റമിൻ്റെ മെഡിസിനുകൾ എടുക്കുകയാണെങ്കിൽ അതിനേക്കാളും ബെനിഫിറ്റ് വേറെ ഒന്നിനുമില്ല കേട്ടോ. കാരണം എല്ലാ ഗുണങ്ങളും നമ്മുടെ ശരീരത്തിലോട്ട് പ്രോപ്പറായിട്ട് എത്തും. അത് നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യുക. ഇനി അത് ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് ചെയ്യുന്നവരാണെങ്കിൽ കൂടി തന്നെയും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ് നമുക്ക് അടുത്തതായിട്ട് നോക്കാം. മുട്ട, പാല്, ബദാം, കാഷ്യൂനട്ട്, വാൾനട്ട്, അതുപോലെ ഫ്രൂട്ട്സ് എല്ലാം, വെജിറ്റബിൾസ്, ഇതെല്ലാം നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട്, മുട്ട കഴിച്ചു കഴിഞ്ഞാലോ പാല് കുടിച്ചു കഴിഞ്ഞാൽ പ്രഗ്നൻസി പോകുമോ എന്നുള്ള സംശയമുണ്ട്. മുട്ട നമ്മൾ നല്ലതുപോലെ പുഴുങ്ങിയെടുക്കുക. ഒരു 15 minutes എങ്കിലും നല്ലതുപോലെ നിങ്ങൾ പുഴുങ്ങിയെടുത്തതിന് ശേഷം മുട്ട ഉപയോഗിക്കുക. അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള എഗ്ഗ് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അതായത് ബുൾസൈ ഒക്കെ അടിച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ മുട്ട ബോയിൽ ചെയ്തിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ഫുള്ളായിട്ട് കുക്ക്ഡ് ആയി എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ ബാക്ടീരിയ ഫോം ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മിസ്കാരേജ് ഉണ്ടാകും. പാല് കുടിക്കുക എന്ന് പറഞ്ഞത് കൊണ്ട് ഒരിക്കലും പച്ചപ്പാല് കുടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പച്ചപ്പാലെന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഈ ഷേക്ക്, അതുപോലെ സ്മൂത്തീസ് ഒക്കെ ഉണ്ടാക്കുമ്പോഴേക്കും നമ്മൾ ഈ പച്ചപ്പാലല്ലേ ഒഴിച്ചു കൊടുക്കുന്നത്. അത് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല. നിങ്ങൾക്ക് അതെല്ലാം പ്രിപ്പയർ ചെയ്ത് കുടിക്കണമെങ്കിൽ നിങ്ങൾക്ക് കുടിക്കാം. അത് ചെയ്യുന്നതിന് മുൻപായിട്ട് കുറച്ച് നേരം മുമ്പ് പാലൊന്ന് തിളപ്പിച്ച് വെക്കുക. തിളപ്പിച്ചത് നല്ലതുപോലെ ചൂടാറിയതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് ഷേക്ക് അടിച്ച് കുടിക്കാം. ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. അങ്ങനെ ഒരു ദിവസം 1 ഗ്ലാസ് പാലോ 1 മുട്ടയോ നിങ്ങൾ കഴിക്കുന്നുണ്ടെന്ന് മസ്റ്റായിട്ട് ഉറപ്പ് വരുത്തുക കേട്ടോ. പിന്നെ ബദാം കഴിക്കുക. ഇതിലെല്ലാം ഈ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് വിറ്റമിൻസിൻ്റെ ന്യൂട്രിയൻസിൻ്റെ ഒക്കെ ഒരു കലവറയാണ്. ഇത് കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ തന്നെ നമുക്ക് പ്രഗ്നൻസി കിട്ടും. എൻ്റെ മോന് ഗ്രോത്ത് പുറകോട്ടായപ്പോഴേക്കും ഞാൻ മുട്ട കഴിച്ചു, പാല് കുടിച്ചു, പിസ്ത കഴിച്ചു. അടുത്ത ആഴ്ച എന്നോട് ഡോക്ടർ ചോദിച്ചു ഫുഡ് അടിച്ചു വിട്ടല്ലേ എന്ന് ചോദിച്ചു. കാരണം എൻ്റെ കുഞ്ഞിൻ്റെ ഗ്രോത്ത് കൂടിയില്ലെങ്കിൽ എനിക്ക് 33ാമത്തെ ആഴ്ചയിൽ കുഞ്ഞിനെ സിസേറിയൻ ചെയ്ത് പുറത്തെടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നാണ്. അത് ഒന്ന് നീട്ടി എന്നെ 36ാമത്തെ ആഴ്ച വരെയും കൊണ്ടുവന്ന് എത്തിച്ചത് ഞാൻ ഈ ഫോളോ ചെയ്ത ഡയറ്റാണ് കേട്ടോ. ഞാൻ തന്നെ ഒരു ഉദാഹരണമാണ്. അതുകൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങുക. ഓൾറെഡി മിസ്കാരേജിന്റെ ഒരു ഹിസ്റ്ററി ഉള്ള ആളുകൾ ഇത് മസ്റ്റായിട്ട് ഫോളോ ചെയ്യാം കേട്ടോ. അടുത്തത് വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കുക. ഫ്രൂട്ട്സ് ആണെങ്കിലും കഴിക്കുക. വെജിറ്റബിൾസിൽ മുരിങ്ങാക്കോല്, പാവയ്ക്ക, വഴുതനങ്ങ, മുള വന്നിട്ടുള്ള ഉരുളക്കിഴങ്ങ്, ഇതെല്ലാം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അതൊന്നും ശരീരത്തിന് നല്ലതല്ല കേട്ടോ. പിന്നെ വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും നിങ്ങൾ നല്ല ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ടെന്ന് വിചാരിച്ച് ഒറ്റയിരിപ്പിന് 5 ഓറഞ്ചും 4 ആപ്പിളും അങ്ങനെയൊന്നും നിങ്ങൾ കഴിക്കേണ്ട. ഒരു ദിവസം 2 ആപ്പിൾ 2 ഓറഞ്ച് അങ്ങനെ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതൊന്നും നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിലും നിങ്ങൾക്ക് പഴം മേടിച്ച്, അതായത് നമ്മുടെ വാഴപ്പഴം മേടിച്ച് കഴിക്കാൻ പറ്റുമല്ലോ, അത് നിങ്ങൾ മേടിച്ച് കഴിക്കുക. ഒരുപാട് ആളുകൾക്ക് കിവി അഫോർഡ് ചെയ്യാൻ പറ്റും. പക്ഷേ മറ്റു ചില ആളുകൾക്ക് ചിലപ്പോൾ അത് പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നിങ്ങൾ വാഴപ്പഴം മേടിച്ച് കഴിക്കുക. നമ്മുടെ കപ്പപ്പഴം ഉണ്ടല്ലോ, നമ്മുടെ റെഡ് ബനാന, അത് കഴിക്കുന്നതാണെങ്കിലും നല്ലതാണ്. പാളയംകോടനാണെങ്കിലും ഞാലിപ്പൂവനാണെങ്കിലും ഒക്കെ നല്ലതാണ് കേട്ടോ. അത് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് വെള്ളം ധാരാളം കുടിക്കുക. എത്രത്തോളം വെള്ളം കുടിക്കാൻ പറ്റുമോ അതിൻ്റെ ഇരട്ടി നിങ്ങൾ കുടിക്കാനായിട്ട് നോക്കുക. ഒരു ദിവസം ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും നിങ്ങൾ കുടിക്കുക. ഒരു വലിയൊരു കുപ്പി മേടിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് നിങ്ങൾ വയ്ക്കുക. നമ്മൾ കുഞ്ഞു കുട്ടികളെ കണ്ടിട്ടില്ല, നല്ല വാട്ടർ ബോട്ടിൽ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വെള്ളം കുടിക്കാനായിട്ട് തോന്നും. അങ്ങനെ ഒരു ഇഷ്ടമുള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വാട്ടർ ബോട്ടിൽ നിങ്ങൾ മേടിച്ച് വയ്ക്കുക. കിച്ചണിൽ നിറച്ച് വയ്ക്കുക വെള്ളം. അല്ലെങ്കിൽ നിങ്ങൾ പോയിരിക്കുന്ന ഡൈനിങ് ടേബിളിൽ നിങ്ങൾ TV കാണുമ്പോൾ ഒക്കെ നിങ്ങളൊരു വാട്ടർ ബോട്ടിൽ കൈ കരുതുക കേട്ടോ. ഒരു ഈവനിങ് വരെ സമയത്തിൽ നിങ്ങൾ 3 ലിറ്റർ വെള്ളവും കുടിച്ച് നിർക്കുക. അതല്ലാതെ നിങ്ങൾ രാത്രി സമയത്തോ വെള്ളം കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കക്കുറവ് ഉണ്ടാകും. കാരണം ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് യൂറിനേഷൻ വരും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഈവനിങ് വരെയുള്ള സമയങ്ങളിൽ നിങ്ങൾ വെള്ളം പൂർണ്ണമായിട്ടും കുടിച്ച് തീർത്തു എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. വെള്ളം കൂടുതലായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ എംബ്രിയോ പെട്ടെന്ന് തന്നെ ഇംപ്ലാന്റ് ആവാനായിട്ടും അതുപോലെ ഗ്രോത്ത് കുഞ്ഞിനുണ്ടാവാനായിട്ടും അത് സഹായിക്കും കേട്ടോ.
അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, റെസ്റ്റ് വേണ്ട സമയത്ത് റെസ്റ്റ് എടുക്കുക. ഒരിക്കലും പൂർണ്ണമായിട്ട് കൂടുതൽ പണി ചെയ്തിട്ട് നിങ്ങൾ ശരീരത്തിനെ തളർത്താതിരിക്കുക. ഒരുപാട് ആളുകളുണ്ട് രാവിലത്തെ എല്ലാ പണിയും ചെയ്തിട്ട് ഞാൻ വിശ്രമിക്കൂ എന്നുള്ള ദൃഢപ്രതിജ്ഞ നടക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷേ നിങ്ങളുടെ ശരീരം റെസ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ശരീരത്തിന് റെസ്റ്റ് കൊടുക്കുക. കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നിങ്ങൾ ജോലി റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഒരുപാട് ഹെവി ആയിട്ടുള്ള ജോലികൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. ഒരുപാട് കട്ടിയുള്ള ബെഡ്ഷീറ്റ് എടുത്ത് അലക്കുക, പുതപ്പ് എടുത്ത് അലക്കുക, അതുപോലെ ഹസ്ബൻഡ് ജീൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് എടുത്ത് അലക്കുക. ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. അതുപോലെ ഒരുപാട് വെയിറ്റ് എടുത്ത് പൊക്കാതിരിക്കുക. മൂത്ത കുഞ്ഞുണ്ടെങ്കിൽ കുഞ്ഞിനെ ഒരുപാട് തവണ എടുത്ത് തൂക്കാതിരിക്കുക. നമ്മളെടുത്ത് കുഞ്ഞിനെ വെക്കണം, നമ്മൾ പുന്നാരിപ്പിക്കണം, അതെല്ലാം നമ്മൾ ചെയ്യണം. പക്ഷെ ഒരുപാട് നമ്മൾ കുഞ്ഞിനെ എടുക്കാതിരിക്കുക. കുഞ്ഞിന് വെയിറ്റ് ഉണ്ടല്ലോ, നമുക്ക് ശരീരത്തിന് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നല്ലതല്ല കേട്ടോ. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാതിരിക്കുക. ഇനി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരുപാട് പ്രഷർ കൊടുത്തിട്ടല്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഹസ്ബൻഡ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് ചെയ്യുക. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിൽ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് സെർവിക്കൽ മ്യൂക്കസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലൂബ്രിക്കേഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഒരുപാട് നിങ്ങൾക്ക് വേദന ഉണ്ടാകും, ഡിസ്കംഫർട്ട് ഉണ്ടാകും. കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ജെനിറ്റൽ പാർട്സിൽ നിങ്ങൾക്ക് വേദന ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്ക് 100% താല്പര്യമുണ്ടെങ്കിൽ ഒരു തവണയൊക്കെ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷേ കഴിവതും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. ഒരുപാട് ഡോക്ടേഴ്സ് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഫുള്ളായിട്ട് കോണ്ടാക്ട് പാടില്ല എന്ന് പറയുന്നുണ്ട്. കാരണം പലർക്കും കോൺട്രാക്ഷൻസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കണ്ടീഷൻ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ പ്രഗ്നൻസി ആ പീരീഡ്സ് മിസ്സാവുന്ന സമയം മുതൽക്ക് തന്നെ നമ്മുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിലെ ഫസ്റ്റ് മന്ത് അവിടെ കംപ്ലീറ്റ് ആയി. അതുകൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് അതിനൊരു കെയർ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതായിട്ട് കഴിവതും ഔട്ട്സൈഡ് ഫുഡ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. നമ്മളിപ്പോൾ പേപ്പറിൽ വായിക്കുന്നുണ്ട് ഫുഡ് ഇൻഫെക്ഷൻ ഒരുപാടുണ്ട്, ഫുഡ് പോയ്സൺ ഒരുപാട് വരുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മറ്റുള്ള ഡിഷസിനെയാണ് ആശ്രയിക്കുന്നത്. ഇപ്പോൾ മയോണൈസ് അടങ്ങിയിട്ടുള്ള കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ ബർഗർ ആണെങ്കിലും, പിസ്സ ആണെങ്കിലും, സോസേജ് ആണെങ്കിലും നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല. ഫുഡ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ബാക്ടീരിയാസ് ശരീരത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ വന്നിട്ടുണ്ടെങ്കിൽ കൂടി തന്നെ കുഞ്ഞിലോട്ടും കൂടി വ്യാപിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഔട്ട്സൈഡ് ഫുഡ് ഉപയോഗിക്കുന്നത് നിങ്ങൾ കുറയ്ക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കുന്നവർക്കൊക്കെ ഇംപ്ലാന്റേഷൻ നടത്തിയെടുക്കാനായിട്ട് അത് സഹായിക്കും കേട്ടോ. ഓൾറെഡി മിസ്കാരേജിന്റെ ഹിസ്റ്ററിയുള്ള ആളുകൾ ഇത് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.